ചേർന്ന ലോകം മുഴുവനും ആരാധനയിൽ പങ്കെടുക്കുന്ന സമയമാണ്. ദൈവാനുഗ്രഹത്താൽ ഇന്നലെ നടന്ന ആരാധനയിൽ ഈ സമയം വരെ 2,44,000 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. അത്രയും ജനങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു തിരുസന്നിധാനമാണ് കൃപാസനം അൾത്താര. എല്ലാ സംസ്ഥാനങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഇപ്പോഴ് നമ്മളുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും കണ്ണുനീര് സൗഖ്യവും ആശ്വാസമായി മാറാൻ വേണ്ടി നമുക്ക് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കാനായി സംഭവിച്ച അതേ സിറ്റുവേഷനാണ് കൃപാസന അൾത്താരയിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും. കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് അമ്മയുടെ ദൈവ സാന്നിധ്യം, ഈശോ സജീവ സാന്നിധ്യമായി ദിവ്യകാരുണ്യം, ഇവിടെയാണ് കണ്ണുനീര് കർത്താവിൻ്റെ കൃപയായി അനുഗ്രഹമായി സൗഖ്യമായി മാറുന്നതാണ് ആരാധനയുടെ കൃപാസനം ആരാധനയുടെ ഒരു ദൈവകൃപ. കാരണം 2004 ഡിസംബർ 7 ഈശോ ഇതുപോലെ ആരാധനയിൽ ആരൂഢനായിരിക്കുന്ന സമയത്താണ് അമ്മ സിൽവർ ഗ്രേയിൽ ഇതുപോലെ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നത്തെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതുപോലെ സിൽവർ ഗ്രേയിൽ അമ്മയെ പലരും പലയിടത്തും വെച്ച് സൗഖ്യനിമിഷം കാണുകയാണ്, അല്ലേ? ഇന്നൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? വളരെ വേദനപ്പെട്ട് നിൽക്കുന്ന നിമിഷങ്ങളിൽ അമ്മ തൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് ആ മനുഷ്യൻ കണ്ട് ആ നിമിഷം മുതലാണ് രോഗസൗഖ്യം സംഭവിക്കുന്നത്. ഇതെല്ലാം പ്രത്യക്ഷപ്പെടൽ സഭ പഠിക്കണം. ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ അന്തരാർത്ഥങ്ങൾ സ്ഥിരീകരിക്കുന്ന അറിവടയാളങ്ങളാണ് ആരാധനയിലൂടെ ദൈവം ജീവൻ സ്വരൂപനായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് സ്വസ്ത്രം ചെയ്തുകൊണ്ട് അതിശക്തമായി കൈ അടിച്ച് കർത്താവിലേക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഇന്നലെ ഒരു വലിയ സാക്ഷ്യമുണ്ടായിരുന്നു. എല്ലാം വലിയ സാക്ഷ്യങ്ങളാണ്, പക്ഷെ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ടൊരു സാക്ഷ്യമുണ്ടായി. പാലായിൽ നിന്ന് സഹോദരി ഡെയ്സി വിൻസെൻ്റ്, അവർ സ്വപ്നത്തിലൊരു ക്ലോക്ക് പിടിച്ച് മാതാവ് നിൽക്കുന്നതായി കണ്ടു. അപ്പോഴ് സാക്ഷ്യം വിശദീകരിച്ച ബ്രദർ ചോദിച്ചു, ഇവിടുത്തെ മാതാവിനെക്കുറിച്ച് ക്ലോക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരത്തെ മുന്നറിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല ശരിക്കും. പിന്നീട് പറഞ്ഞു മാതാവിന് ചിറകുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് നേരത്തെ നമ്മുടെ ഉടമ്പടി പുസ്തകത്തിൽ ചിറകുള്ള മാതാവിനെക്കുറിച്ച് വിശദീകരണമുണ്ട്. ഉടമ്പടി മാതാവ് ചിറകുള്ള മാതാവാണ്. വൈ ദർ ഇസ് വിങ്സ്, അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. അതായത് 12:17 വെളിപാടിൻ്റെ പുസ്തകം. ചിറകുകൾ നൽകപ്പെടുകയാണ്. എന്തിനാണ്? സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൾക്ക് ചിറകുകൾ നൽകപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് വെളിപാട് 12:17. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആ സ്ത്രീക്ക് ചിറകുകൾ നൽകപ്പെട്ടു. അപ്പോൾ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ ആ സ്ത്രീ എന്ന് പറഞ്ഞ സഭയാണെന്ന് പറയുന്ന പിതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ അത് പരിശുദ്ധ അമ്മയാണെന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനമായ ജെറോം ബിബ്ലിക്കൽ കമൻട്രിയിൽ അമ്മയാണെന്നും സഭയാണെന്നുമുള്ള രണ്ട് കാഴ്ചപ്പാടുകളെയും ഒരുമിച്ച് സ്വീകരിക്കുന്നുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.
സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. സ്വർഗീയ ഒരുമിച്ച് പാടും. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായി. ഇപ്പോൾ വാഗ്ദാന പേടകത്തിൻ്റെ ഒരു സിമ്പിളാണ് ചിറകുകൾ. നിങ്ങൾക്കറിയാമല്ലോ, വാഗ്ദാന പേടകത്തിൻ്റെ മാതൃകയിലേക്ക് കാണാം ചിറകുള്ള കെറുബുകൾ. ഈ കെറുബുകളുടെ സ്ഥാനമാണ് പിന്നീട് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൈമാറുന്നത്. എന്താ സംഭവിക്കുന്നത്? പണ്ട് ദൈവത്തിൻ്റെ സന്ദേശം വചനം പറയാൻ ആരാ വരണത്? മലക്കമാർ അല്ലേ? അമ്മയുടെ കാലമായപ്പോൾ മലക്കമാരുടെ കാലം മാറി. പിന്നെ ആരാ വരണത്? പരിശുദ്ധ അമ്മ തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം കൈമാറാൻ ലൂർദ്, ഫാത്തിമ, കൃപാസനം എല്ലായിടത്തും ആരാ വരുന്നത്? പരിശുദ്ധ അമ്മ. നമ്മൾക്ക് വരുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ സമയഘടികാരം ഉണ്ടായിരുന്നു. സമയഘടികാരം എന്താ കാര്യം? എന്തിനാണ് ചിറകുകൾ നൽകുന്നത്? സമയം ചുരുക്കാനാണ്. നടക്കണതും പറക്കണതും തമ്മിൽ വ്യത്യാസമില്ലേ? ഇല്ലേ? പറക്കണത് സ്പീഡാണ്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് പലതരം സർപ്പങ്ങളില്ലേ വിശ്വാസിക്കുണ്ടാകണത്. ആ അർത്ഥത്തിൽ സ്ത്രീ സഭയുമാകാം. എന്താ കാര്യം? സഭയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകണത്. ഇപ്പം തന്നെ നമ്മൾ സഭ വാമിണ്ടിയ അതിനെതിരെ വിമർശിക്കാൻ വേണ്ടി സർപ്പ സ്വാധീനങ്ങളുള്ള വ്യക്തികൾ സഭയ്ക്കെതിരെ വാപൊളിക്കുന്നുണ്ടല്ലേ? അപ്പോൾ സ്വാഭാവികമായി സംരക്ഷണത്തിൻ്റെ ചിറകുകളാണ്. അതെന്നും ഉണ്ടാവും. സഭയ്ക്ക് ദൈവം ആദ്യമേ നൽകിയിരിക്കുന്നത് എന്താ? സംരക്ഷണത്തിൻ്റെ ചിറകുകളാണ്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിറകുകൾ ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. പലപ്പോഴും അത് സമയത്തിൻ്റെ ചുരുക്കമായി വരുന്നുണ്ട്. സമയത്തിൻ്റെ ചുരുക്കവും സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ചിറകുകൾ എന്തിനാണ്? പറക്കാൻ അല്ലേ? അത് സംരക്ഷണത്തിൻ്റെ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദൈവിക സംവിധാനമായിട്ട് വരും. സമയത്തിൻ്റെ ചുരുക്കം. സമയത്തിൻ്റെ ചുരുക്കം എന്തിനാണ്? സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതാരാ പറയണത്? മത്തായി ശ്ലീഹ പറയും, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടുകയില്ല. ഇപ്പം 24-22 മത്തായി ശ്ലീഹ സുവിശേഷം 24-22 സഭയാണ് ഉദ്ദേശിക്കുന്നത്. സഭയെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞത് ആരാ? സഭയെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം സമയം ചുരുക്കും. വിശ്വാസിയെ സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസി നിന്റെ ദൈവം നിന്റെ സമയത്തെ ചുരുക്കും. കൈ അടിച്ച് കിടത്താണ് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രഭാഷകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. എന്താ? കർത്താവേ, ഞങ്ങളുടെ സമയത്തെ തുരിപ്പിക്കണമേ. PSC ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പ്രഭാഷക 36-ാം അധ്യായം 10-ാമത്തെ വാക്യം. കർത്താവേ, സമയത്തെ തുരിപ്പിക്കണമേ, ചെറുതാക്കണമേ എന്ന്. സമയത്തെ ചെറുതാക്കണമേ. ഇപ്പം നമ്മളൊരു സാക്ഷ്യം വായിച്ചില്ലേ? എന്നാ വായിച്ചത്? 45 കൊല്ലമായിട്ട് കിട്ടാത്ത വഴിയാണ് ഇല്ലേ? വായിച്ചില്ലേ? 45 വർഷമായിട്ട് കിട്ടാത്ത വഴിയാണ്. ഉടമ്പടി ചെയ്തപ്പോൾ 45 ദിവസമായിട്ട് സമയം തുരിപ്പിക്കും.
അതാണ് ഉടമ്പടി. അത് ഫസ്റ്റ് സാക്ഷ്യം അതായിരുന്നു. സെക്കൻഡ് സാക്ഷ്യം എന്താണ്? അത് സമയത്തെ തുരിപ്പിക്കല. എന്നാ പറയണത്? അവർക്ക് സ്പൗസ് വിസയാണ്. 3 മാസം കൊണ്ട് ആ പ്രോസസ്സിങ് നടക്കേണ്ടത്. 3 മാസം കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിങ് ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുകയാണ്. അതാണ് പ്രഭാഷകം 36:10. കർത്താവ് സമയത്തെ തുരിപ്പിക്കുക. അതിനെന്താണ് സംവിധാനം? അതിനാണ് ഈ വാഗ്ദാന സംവിധാനം ഉള്ളത്, ഉടമ്പടി സംവിധാനമുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, മത്തായി സിഗായുടെ സുവിശേഷം 24:22 അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ രക്ഷിക്കുവാൻ വെളിപാടിൻ്റെ പുസ്തകം 12:17 വെച്ച് പ്രാർത്ഥിക്കുന്ന സർപ്പത്തിൻ്റെ വായിൽ നിന്ന്, രോഗത്തിൻ്റെ വായിൽ നിന്ന്, ദേശങ്ങളുടെ പ്രതികൂല നിയമങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുവാൻ പ്രഭാഷകൻ 36:10 അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാഗധേയത്തിൻ്റെ സമയത്തെ അങ്ങ് ത്വരിപ്പിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, സമയത്തെ ചെറുതാക്കുന്ന ദൈവത്തിൻ്റെ മാധ്യസ്ഥ സംവിധാനമേ, വാഗ്ദാന പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശ്രദ്ധിക്കട്ടെ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, സ്വർഗീയ 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 മന്നവഹിക്കും വാഗ്ദാന പേടകമേ, സ്വർഗീയ സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ പ്രഭാഷകം 36:10 അനുസരിച്ച് കൊണ്ട് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം ത്വരിപ്പിക്കാൻ, ചെറുതാക്കാൻ ദൈവം എന്താണ് ചെയ്യേണ്ടതെന്നും പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സമയത്തെ ചെറുതാക്കാൻ കർത്താവെ അടയാളങ്ങൾ കാണിക്കണമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അപ്പോൾ സമയത്തെ ചെറുതാക്കണം എങ്ങനെയാണ്? പ്രഭാഷകം 36:8 കർത്താവെ സമയത്തെ ചെറുതാക്കാൻ അടയാളങ്ങൾ കാണിക്കണമേ. പ്രാർത്ഥിച്ചേ. കർത്താവെ സമയത്തെ ചെറുതാക്കാൻ അത്ഭുതങ്ങൾ കാണിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം കേൾക്കണമെന്ന് ഓർക്കണം. സമയത്തെ ചെറുതാക്കാൻ വേണ്ടി പ്രഭാഷകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്ന ദൈവത്തിൻ്റെ ഉത്തരത്തിൻ്റെ മധ്യസ്ഥ ശക്തിയാണ് അമ്മ. കൈയടിച്ച് കർത്താവ് സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഭാഷാപരത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. അപ്പോൾ സമയത്തെ ചെറുതാക്കാൻ പ്രഭാഷകൻ എന്നാ അപേക്ഷിക്കണത്? കർത്താവേ, അടയാളങ്ങൾ കാണിക്കണമേ, അത്ഭുതങ്ങൾ കാണിക്കണമേ, സമയത്തെ ചെറുതാക്കി സർപ്പത്തിൻ്റെ വായിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേഗത്തിൻ്റെ ചിറകുകൾ നൽകണമേ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ് ഈ വചനങ്ങളെല്ലാം. അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള വചനമാണ് പ്രഭാഷകൻ 38:5. എന്താ പറയണത്? കർത്താവെ, വെള്ളത്തെ മധുരിപ്പിക്കണമേ. അതും പ്രാർത്ഥനയാണ്. കാനായിൽ നടക്കുന്ന വലിയ സംഭവങ്ങളെ പ്രഭാഷകൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. എന്താണ് പറയണത്? പ്രഭാഷകൻ 38:5 കർത്താവെ, വെള്ളത്തെ മധുരിപ്പിക്കണമേ. തടിക്കഷ്ണമിട്ട് വെള്ളത്തെ മധുരിപ്പിച്ച് അങ്ങയുടെ ശക്തി പ്രകടിപ്പിച്ച കർത്താവെ. അങ്ങനെയാണ് പ്രഭാഷകൻ പറയണത്. എന്താണ്? തടിക്കഷ്ണമിട്ട് മാറായിലെ വെള്ളം കയ്പായപ്പോൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം എന്നാ പറയണത്? എൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ ഒരു തടിക്കഷ്ണം ഇടുക, അപ്പോഴാ വെള്ളം മധുരമാകും. നമ്മുടെ പലരുടെയും വെള്ളം കഴിച്ചിരിക്കുക അല്ലേ? കടങ്ങൾ കയറി ജീവിതം കഴിച്ചിരിക്കുക, രോഗങ്ങൾ വന്ന് സമാധാനവും സന്തോഷം പോയി ജീവിതം കഴിച്ചിരിക്കുകയാണ്. ദൈവവേദലെ പ്രഭാഷകൻ 38:5 ഉടമ്പടി പ്രകാരം നിൻ്റെ ജീവിതത്തിൽ ദൈവം മധുരിപ്പിക്കും. എങ്ങനെയാണ്? വാഗ്ദാനങ്ങൾ പ്രാപിക്കും. അതാണ് ശക്തി. പ്രഭാഷകൻ പറഞ്ഞത് എന്താണ്? 36:10 പറയണത് വാഗ്ദാനം അനുസരിച്ച് കൊണ്ട് സമയത്തെ ചുരുക്കാനാണ് പറയണത്. സമയത്തെ ചുരുക്കൽ വാഗ്ദാനപ്രകാരം ഉള്ള കാര്യമാണ്. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ നേടണത്. ഈ വചനം മുഴുവനും എന്താ? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് തന്നിരിക്കണതാ. അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് വാഗ്ദാനം. എന്തിനാണ്? നമ്മുടെ കഴിച്ച ജീവിതം മധുരിക്കാൻ കർത്താവ് ഒരു വാഗ്ദാനം വെച്ചിട്ടുണ്ട്, ദാനം വെച്ചിട്ടുണ്ട്. ഈ വാക്കിൻ്റെ ഉള്ളിൽ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവ് ഇതിൽ ഈ വാക്കിൽ ദാനം വെച്ചിട്ടുണ്ട്. ഈ ദാനം നമ്മൾ പ്രാപിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ദാനം നൽകണത്? റോമ 4:16 വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാനം നൽകണത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവം മരക്കഷ്ണം ഇട്ടാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വെള്ളത്തെ വീഞ്ഞാക്കിയാലും പ്രകടമാക്കുന്നത് എന്താണ്? വാഗ്ദാനമാണ് നിറവേറ്റണത്. ശക്തി പ്രകടിപ്പിക്കണം. ദാനത്തിൻ്റെ വാക്കിൻ്റെ ഉള്ളിൽ ദാനം എങ്ങനെയാണ് ഇരിക്കണത്? ഇപ്പോൾ പ്രഭാഷകൻ 38:5 എന്താ പറയണത്? അങ്ങ് വെള്ളത്തെ മധുരിപ്പിക്കണമെന്ന്. എങ്ങനെ മധുരിപ്പിക്കാൻ കഴിയും? അങ്ങ് ശക്തി പ്രകടിപ്പിക്കണമേ എന്നാണ് പറയുന്നത്. പ്രഭാഷകൻ 38:5 അങ്ങയുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞ് വെള്ളത്തെ മധുരിപ്പിക്കണമേ. അപ്പോഴും മറിയം ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥയാണ് അല്ലേ? കനായിലെ വെള്ളം മധുരിക്കണത്, വീഞ്ഞായി മാറണത് ആരുടെ മധ്യസ്ഥതയിലാണ്? വെള്ളം എങ്ങനെ മധുരിപ്പിക്കണതെന്നാണ്, മധുരമാകണതെന്നാണ് പ്രഭാഷകൻ 38:5 പറയണത്. എങ്ങനെയാണ്? വെള്ളം മധുരിക്കാൻ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. അപ്പോൾ കാനായിൽ എന്താ സംഭവിച്ചത്? വെള്ളം എങ്ങനെ വീഞ്ഞായത്? കർത്താവിൻ്റെ ശക്തി പ്രകടിപ്പിച്ച്. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങിയെങ്കിൽ വാ,
ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി സന്തോഷത്തോടെ സ്വരത്തിലെ ആരാധന മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ ആടിപ്പാടി സന്തോഷത്തോടെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മശക്തിയെ മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ എല്ലാവരും ഉദരത്തിൽ കൈവെക്കുക. ഉദരരോഗങ്ങൾ ഇന്ന് PCOD ഒക്കെ 3 കൊല്ലം പഴക്കമുള്ള PCOD ഒക്കെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ടതാണ്. ഈ ആത്മശക്തിനെ നമ്മൾ പാടുമ്പോഴും കൈവെക്കുമ്പോഴും കർത്താവിനെ സ്നേഹിച്ചും വിശ്വസിച്ചും കൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിൻ്റെ ശക്തി നൂറ്റാണ്ടുകളൊക്കെ പ്രബലപ്പെട്ട ദൈവത്തിൻ്റെ കരുണയുടെ ശക്തി ഇന്നിപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. ഉദരത്തിൽ കൈവെക്കട്ടെ, ഉദരത്തിൽ കൈവെക്കട്ടെ, ഉദരത്തിൽ കൈവെക്കട്ടെ, ഉദരത്തിൽ കൈവച്ചുകൊണ്ട് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യട്ടെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യട്ടെ. ലോകം മുഴുവനുമുള്ള ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഉദര രോഗികളുണ്ടെങ്കിൽ ഉദരത്തിൽ കൈവെക്കട്ടെ. യേശുക്രിസ്തു നാമത്തിലെ ദൈവശക്തി പ്രകടമാകട്ടെ. യേശുക്രിസ്തു നാമത്തിലെ ദൈവശക്തി പ്രകടമാകട്ടെ. യേശുക്രിസ്തു നാമത്തിലെ ദൈവശക്തി പ്രകടമാകട്ടെ. ദൈവം സൗഖ്യം ചെയ്യട്ടെ. ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്കറിയാം. കൃപാസനത്തിൻ്റെ ഉടമ്പടി മാതാവ്, വാഗ്ദാന പേടകത്തിൻ്റെ മാതാവ്. അപ്പോൾ ഈ ദൈവശാസ്ത്രം വളരെ ഗൗരവമായി എൻ്റെ മക്കൾ പഠിക്കണം. ശരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാഗ്ദാനത്തിൽ എപ്പോഴും വരണത് എന്താണ്? വാഗ്ദാനം നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിലുള്ള വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾക്ക് അനിപേക്ഷണീയമായ ശക്തി ദൈവം വചനത്തിൽ വാഗ്ദാനമായി പണ്ടേ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ വാഗ്ദാനം നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി സംവിധാനം ഉണ്ടാക്കിയത്. ഈ അടുത്ത പോയിന്റ് മനസ്സിലായോ? ദൈവം ഇപ്പോൾ ജോലി, വീട്, വിവാഹം, അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് എല്ലാത്തിനും ദൈവം അതെല്ലാം ദാനങ്ങളാണ്. ആ ദാനങ്ങളെല്ലാം വാക്കിൻ്റെ അകത്ത് ദൈവം മുൻകൂട്ടി. ഇപ്പം നമുക്കറിയാം വാഗ്ദാനത്തിന് ഇംഗ്ലീഷ് എന്നാ പറയണേ? അച്ഛൻ നേരത്തെ പറഞ്ഞ വാഗ്ദാനത്തിന് ഇംഗ്ലീഷ് എന്നാ പറയണത്? പ്രോമിസ്. അത് നിഷ്പദിച്ച് വന്നു കഴിഞ്ഞാൽ 2 ലത്തീൻ പദങ്ങളാണ്. എന്താണ്? പ്രോ ആൻഡ് മീത്തരെ. പ്രോ മീൻസ് ഫോർട്ടൽഡ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കണം എന്നർത്ഥം. മീത്തരെ ടു റിലീസ്. അതാണ് പ്രോമിസായി മാറണത്. അതായത് നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതിന് വലിച്ചെടുക്കുക. നേരത്തെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ത് പ്രകാരമാണ്? ഉടമ്പടി പ്രകാരമാണ്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വാഗ്ദാനം നൽകണത്? അതാണ് റോമൻ 4:16 പറയണത്. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗ്ദാനം നൽകണത്. വാഗ്ദാനം പ്രാപിക്കുന്നത് ഉടമ്പടി പ്രകാരമാണ്. അതിൻ്റെ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ, തെറ്റാത്ത മധ്യസ്ഥ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. അതാണ് പ്രഭാഷകൻ 10:8 പറഞ്ഞത്. എന്താണ്? കർത്താവെ വാഗ്ദാനം പാലിക്കണമേ. എങ്ങനെ? അതിനുവേണ്ടി നീ അത്ഭുതം കാണിക്കണമേ. കർത്താവ് വാഗ്ദാനം പാലിക്കണമേ, അതിനുവേണ്ടി നീ അതിശയം കാണിക്കണമേ. അതാണ് കാനായിൽ അമ്മ പറയണത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അവിടെ വീഞ്ഞ് തീർന്നുവെന്ന് പറയുമ്പോൾ അമ്മ പറയണത് എന്താണ്? പ്രഭാഷകൻ്റെ ഈ 36:8 എന്താണ്? അവർക്ക് വീഞ്ഞില്ല, കർത്താവെ വാഗ്ദാനം പാലിക്കണമേ. തലമുറകളായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം തൊട്ട് ദൈവപിതാവ് ഈ ജനതയ്ക്ക് നൽകിയിട്ടുള്ള മോശ മുതൽ എബ്രഹാം മുതൽ നോഹ് മുതൽ നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും കർത്താവെ പാലിക്കണമേ എന്നാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പറയുമ്പോൾ കർത്താവ് പറയും സമയമായില്ല എന്ന് പറയും. അതിനാണ് മാതാവ് പറയണത് എന്താണ്? ആകാത്ത സമയത്തെ സമയം ചുരുക്കാൻ.
അപ്പായ്ക്ക് മാത്രമുള്ള അധികാരമാണ് സമയ ചുരുക്കം, അല്ലേ? അതുകൊണ്ടാണ് മത്തായി ശ്ലീഹ 24-22 പറയണത്, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി അപ്പ സമയം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ. അപ്പായുടെ അധികാരമാണ് സമയം ചുരുക്കം. ഈ സമയ ചുരുക്കമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് കൈമാറിയിട്ട് നമ്മുടെ കണ്ണിന് തുടക്കാൻ പോകുന്നത്. അതാണ് ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്ന കാര്യം. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയണത്, എന്താ? അങ്ങ് അത്ഭുതം കാണിക്കണമേ, സമയം ചുരുക്കണമേ. അങ്ങ് അടയാളം കാണിക്കണമേ. പ്രഭാഷകൻ 36:8 അങ്ങ് അടയാളം കാണിക്കണമേ, സമയം ചുരുക്കണമേ. സമയം ചുരുക്കി അടയാളം കാണിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? പ്രഭാഷകൻ 38:5 വർക്കൗട്ട് ചെയ്യും. എന്താണത്? കഴിച്ച വെള്ളം മധുരമാകും. എങ്ങനെയാണ്? കർത്താവിൻ്റെ ശക്തി പ്രവേശിച്ചുകൊണ്ട്. അപ്പോഴെന്നാ പരിശുദ്ധ അമ്മ ഈശോയോട് ആവശ്യപ്പെടുന്നത്? ഈശോയെ, ദൈവവചനമാകുന്ന ഈശോയെ, നിന്നിലുള്ള ശക്തി ഈ കണ്ണീരിൻ്റെ കുടുംബത്തിലേക്ക് ഇപ്പോഴേ അയക്കണമേ. ഇവിടെ കഴിച്ച ജീവിതം പ്രഭാഷകൻ 38:5 അനുസരിച്ച് കൊണ്ട് നിന്റെ ശക്തിയാൽ മധുരതരമാകട്ടെ. കൈ അടിച്ച് കറുത്താണ്. ഹല്ലേലൂയ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗ്ഗാഗ്നിയേ, ഹല്ലേലൂയ. സ്വർഗ്ഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗ്ഗാഗ്നിയേ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഭാഷാവരത്തോടെ സ്വർഗ്ഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായി ഒഴുകി എന്നിൽ ഭാഷാവരത്തോടെ ലോകം മുഴുവനുമുള്ള എല്ലാ സഹോദരങ്ങളും പങ്കെടുക്കുന്നവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ശക്തി ഇറക്കണമേ, മഴ പോലെ ഇറക്കണമേ കർത്താവേ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ട്. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, ശ്വാസകോശ രോഗികൾ, ശത്രുക്കളാണെങ്കിൽ പോലും ദൈവസ്നേഹത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം നീ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കട്ടെ. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിൽ കൈവെക്കട്ടെ. ഹൃദയത്തിലെ വാൽവ് ചുരുക്കമുള്ളവരും ബ്ലോക്കുള്ളവരും നെഞ്ചിൽ കൈവെക്കട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിൻ്റെ ഹൃദയത്തെ സുഖമാക്കുന്ന സമയമാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ, ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. ഈശോ, ഈശോ, അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിലെ അടയാളം കാണിക്കണമേ. അപ്പാ അങ്ങേപ്പുത്രനെ യേശുവിന്റെ നാമത്തിലെ കൈ നീട്ടണമേ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ, ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല 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 ഹല. ശിരസ് വെക്കട്ടെ. എൻ്റെ രോഗങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചാരണം ചെയ്യപ്പെടാൻ വേണ്ടി നടപടി കൈകൾ ശിരസ്സിൽ വെക്കട്ടെ, നെറ്റിയിൽ വെക്കട്ടെ. കർത്താവേ, നടപടി 4:29-30 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നടപടി 4:22-30 പ്രാർത്ഥിക്കുന്നു. അങ്ങേപ്പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ അടയാളങ്ങൾ സംഭവിക്കട്ടെ.
അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ചെവി കേൾവിക്കുറവുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, തലച്ചോറ് മരപ്പുള്ളവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, നടപടി 4, 29, 30 പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈകൾ കർത്താവെ, ഞങ്ങൾ കർത്താവെ അങ്ങേക്ക് ശക്തിയുടെ കൈകളെ നീട്ടണമേ. അങ്ങേ പുത്രനായ യേശു ക്രിസ്തു നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ അപ്പാ കൈ നീട്ടണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ കൈ നീട്ടണമേ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആത്മശക്തിയെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി